മഹാനായ ഖബീസ റളിയല്ലാഹു അൻഹുവിനോട് മുത്ത് റസൂലുള്ളാഹി പറയുകയാണ്, ഖബീസ നീ ഒരു കാര്യം ചെയ്തോ. എന്തൊരു കാര്യമാണ് ഖബീസത്ത് എന്നവർ പറഞ്ഞത്? നബിയെ വയസ്സായിപ്പോയി, ഇനി കൂടുതൽ കാലം ഞാൻ ജീവിക്കില്ല എന്നതായിരിക്കാം അവിടുത്തെ മനസ്സ്. എന്നിട്ട് മുത്ത് റസൂലുള്ളാഹി പറയുന്നു, ഇദാ സ്വല്ലൈത സുബ്ഹ. മുത്ത് റസൂലുള്ളാഹി ഖബീസത്ത് എന്നവരോട് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മഹാനായ മുത്ത് റസൂലുള്ളാഹി പറയുന്നു, ഇദാ സ്വല്ലൈത സുബ്ഹ, നീ സുബ്ഹ് നിസ്കരിച്ചാൽ ഫഖുൽ, നീ പറഞ്ഞോ, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി സലാസ മറ, 3 വട്ടം പറഞ്ഞോ. അത് സുജൂദിലുള്ള അതല്ല, സുബ്ഹ് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് 3 വട്ടം പറഞ്ഞോ. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാ, അഹ്മദ് ഇബ്നു ഹംബൽ തന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, 3 രോഗങ്ങൾ വരില്ല ഖബീസ. ഇത് പറഞ്ഞാൽ ശേഷം റസൂലുള്ളാഹി ഒരു ദുആയും പറയുന്നുണ്ട്, ഇത് പറഞ്ഞാൽ 3 രോഗം വരില്ല. എന്താണ് ആ 3 രോഗം? തുആഫ മിനൽ അമാ. 1 ഖബീസ, നിനക്ക് അന്ധത വരില്ല, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയില്ല, നിനക്ക് അമ വരികയില്ല. തുആഫ മിനൽ ജുദാം, നിനക്ക് കുഷ്ഠരോഗം വരില്ല. കുഷ്ഠരോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അന്ധതയിൽ നിന്ന്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഖബീസത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, അന്ധതയുണ്ടാകില്ല, അമയുണ്ടാകില്ല, അതേപോലെ തന്നെ ജുദാം ഉണ്ടാവുകയില്ല. വത്തുആഫ മിനൽ ഫലജി, സ്ട്രോക്കിന്റെ അസുഖം വരില്ല. ഒരു ഭാഗം കുഴഞ്ഞു പോകുന്ന സ്ട്രോക്ക് പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല.